രാവിലെ എന്താണ് മുഖം അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ എസ് ഐ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക, നോക്കാം അടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. അത്ര ആർജവമുള്ള എസ് ഐ ഇങ്ങോട്ട് വിളിക്കുക. ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു മുഖം അടിച്ചു വിളിക്കുമെന്ന് പറഞ്ഞേ അവനെ കൊണ്ടാ വന്നേക്കുന്നത്. എന്നാ മുഖം ഒന്ന് അടിച്ചു വിളിക്കും നിങ്ങൾ. RSS മാർച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്റെ ഓഫീസിലോട്ട് മാർച്ച്, DCC മാർച്ച് നിങ്ങൾക്ക് അടിക്കണ്ടായിരുന്നല്ലോ. കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ. RSSന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തി നിങ്ങൾക്ക് പ്രശ്നമോ? സന്ദീപ് വാര്യരെ കൊല്ലുമെന്ന് ബാരിക്കേഡിനപ്പുറത്ത് പറഞ്ഞിട്ട് ഒരുത്തെങ്കിലും അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ കണ്ടതല്ലേ? എന്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു, കേസെങ്കിലും എടുത്തോ? BJPക്കെതിരായിട്ട് സമരം നടത്തുമ്പോൾ മാത്രം ഇവർക്ക് കയറി അടിക്കല്. എന്റെ 2 സ്റ്റാഫുകൾ റോഡ് സൈഡിൽ നിൽക്കുക, അവരെ അടിച്ചു. സ്റ്റാഫാന്ന് പറഞ്ഞപ്പോൾ പറയാ ആ ഓഫീസിൽ പോയിരിക്കണമെന്ന്. അവരാണോ തീരുമാനിക്കുന്നത് എന്റെ സ്റ്റാഫ് എവിടെ ഇരിക്കണമെന്ന്? അവർ സമരം ചെയ്തെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ. പാലക്കാട് പോലീസ് വല്ലാതെ അങ്ങ് ഒരു സംഘിപ്രീണനമുണ്ട്, അത് കൈവച്ചിരുന്നാൽ മതി. മുനിസിപ്പാലിറ്റി മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ. മുനിസിപ്പാലിറ്റിയുടെ പരിധിയുള്ള സ്റ്റേഷൻ അവരല്ല ഭരിക്കുന്നത്, RSS അല്ല. ഒരു SI പറയുക, സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയാ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ മുഖം അടിച്ച് പൊളിക്കുമെന്ന്. ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആ SIയും അങ്ങനെ ആർജവമുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ വന്നിട്ട് തൊട്ട് നോക്കട്ടെ. അവന്റെ മുഖം വിട്ടിരിപ്പുണ്ടല്ലോ, ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കട്ടെ. എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കാം. സമരം ചെയ്യുന്നവർ അങ്ങനെയാണോ പറയണ്ടേ? മുഖം അടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറയാം അടിച്ചു പൊളിക്കുമെന്ന്. എന്നാ ഞങ്ങൾ വെല്ലുവിളിക്കുക. പുറത്തൊന്നും പോകണ്ട, പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവന്റെ മുഖത്തൊന്ന് തൊട്, പിന്നല്ലേ അടിച്ചു പൊളിക്കുന്നു. ഒന്ന് തൊട്ട് കാണിയത്. ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? നേരെ എത്രയായാലും ഒരു കേസെടുത്തോ?